ഇനി 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് സമാപനമായതോടെ മത്സ്യബന്ധന തൊഴിലാളികൾ വലിയ പ്രതീക്ഷയിലാണ്. വലിയ കോള് പ്രതീക്ഷിച്ചാണ് മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോയിരിക്കുന്നത്. വിഴിഞ്ഞം ഹാർബറിൽ നിന്നും രജിത് കുമാറും ഒപ്പം കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാറും ഇതിന്റെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യമായി വിഴിഞ്ഞത്ത് നിന്നും രജിത്തിലേക്കാണ് പോകുന്നത്. രജിത്ത്, വലിയ പ്രതീക്ഷയിലാണ് മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോയിരിക്കുന്നത്. ഇവരുടെ ബോട്ടുകൾ മടങ്ങിയെത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിലവിലെ ഒരു വിശദാംശങ്ങൾ? തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയിട്ടുള്ളത്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പോയിട്ടുള്ളത്. അത് നമുക്കറിയാം ജൂൺ 9-നാണ് ട്രോളിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ 52 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ട്രോളിംഗ് അവസാനിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള അനുമതി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഈ മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ തന്നെയാണ് അവയ്ക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അത് അത്തരമൊരു നിയന്ത്രണത്തിന്റെ ഭാഗമായി തന്നെയാണ് അത് ആ സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കടക്കം സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ അടക്കം നൽകാറുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ചെറിയ ബോട്ടുകളാണ് വിഴിഞ്ഞത്ത് നിന്നും പോകുന്നത്. ചെറിയ ബോട്ടുകളാണ്. വലിയ ട്രോളിംഗ് ബോട്ടുകൾ വിഴിഞ്ഞത്ത് ഇല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ വലിയ ബോട്ടുകളാണ്. ആ വലിയ ബോട്ടുകൾ വിഴിഞ്ഞത്ത് എത്താനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ നിന്നും ചെറിയ ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പോയിക്കൊണ്ടിരുന്നത്. മുമ്പ് ട്രോളിംഗ് തുടരുന്ന സമയത്ത് പോലും ഇവിടെ വിഴിഞ്ഞത്ത് മത്സ്യബന്ധനം നടന്നിരുന്നു. എന്നാൽ മത്സ്യത്തിന്റെ വരവ് വളരെ കുറവാണ് എന്നാണ് ഇവർ പറയുന്നത്. വളരെ കുറച്ചു മാത്രം മത്സ്യമാണ് ഇവിടേക്ക് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും ഇവർ പറയുന്നു. എന്തുതന്നെയായാലും ട്രോളിംഗ് ബോട്ടുകളുള്ള ഹാർബറുകളിൽ വലിയ രീതിയിലുള്ള മത്സ്യബന്ധനത്തിന്റെ രീതികളും തുടരുന്നുണ്ട് എന്നതാണ്. ഇവിടെ ഇപ്പോൾ അല്പം മുമ്പ് മാത്രം എത്തിയിട്ടുള്ള മത്സ്യത്തിന്റെ ലേലം വിളികളടക്കം ഇവിടെ തുടരുകയാണ്. നമുക്കറിയാം ഇവിടെ ചെറിയ ബോട്ടുകൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവർ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളും ആളുകളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യത്തിന്റെ കുറവും അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ മറ്റ് വലിയ ട്രോളിംഗ് നടക്കുന്ന ആലപ്പുഴ പോലെയുള്ള ആ ഭാഗങ്ങളിലേക്കൊക്കെ വലിയ ബോട്ടുകൾ എത്തുന്നുണ്ട്. അവ ഇപ്പോഴും രാത്രിയോടുകൂടി 12 മണിയോടുകൂടി മത്സ്യബന്ധനത്തിനായി പോയിട്ടുമുണ്ട്. ഇവിടെ നിന്നും പോകുന്ന വള്ളങ്ങൾക്ക് 7 മണിക്ക് ശേഷം മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളത്. അതും അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ചെറിയ ബോട്ടുകൾ മാത്രം ആണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് അവർ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുകയാണ്. തങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോലും പലപ്പോഴും ചാകരയുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ഇവിടെ അത്തരത്തിലൊരു ചാകരയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവർ വളരെ പ്രതിഷേധത്തോടു കൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തുതന്നെയായാലും നിലവിൽ ട്രോളിംഗ് നിരോധനം അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതീക്ഷയുണ്ട് ഇവർക്കും. കാരണം മത്സ്യത്തിന്റെ നേരത്തെ വില വളരെ അധികമായിരുന്നു. എന്നാൽ ആ വിലയിൽ ഒരു കുറവ് ഇനി മുതൽ ഉണ്ടാകുമെന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. നേരത്തെ ട്രോളിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അത്രത്തോളം വില ഇനി ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടി ഇവർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്.